നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ്. അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി അതിന്റെ ചികിത്സ, ആയുർവേദത്തില് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി പറയാം. വളരെ നേരത്തെ തന്നെ നമുക്ക് എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞാൽ ആയുർവേദത്തില് വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ഇന്റേണൽ മെഡിസിൻസ് കൊണ്ടും പുറമെ പുരട്ടാനുള്ള മരുന്നുകൾ കൊണ്ടും അതേപോലെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തിയിട്ട് നമ്മള് ഇത് വളരെ ഭംഗിയായിട്ട് ആയുർവേദത്തില് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെഡിസിൻസിന്റെയും അതേപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന ആ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഇത്തിരി എക്സസൈസസും കൂടെ നമ്മളെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി ഇതില് കുറെ അവസ്ഥകളുണ്ട്. സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ അതിനെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് സ്റ്റേജസിലേക്ക്, അതായത് സ്റ്റേജ് 3rd and 4th, അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പം ഈ 4th സ്റ്റേജ് എന്ന് പറയുന്നതൊക്കെ ഫ്രോസൺ പെൽവിസ് ആണ്. അപ്പൊ അത് എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ യൂട്രസും ഓവറിയും ട്യൂബ്സും പിന്നെ ഈ പെൽവിക് കാവിറ്റി അതുകൊണ്ട് ചേർന്നിരിക്കും. അതുപോലെ മറ്റുള്ള പെൽവിക് ഓർഗൻസുമായിട്ട് ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ അത് ഓർഗൻസിന് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷനിൽ മെഡിസിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അതൊരു സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ട സ്റ്റേജസ് ആണ്. എന്നിരുന്നാലും ആയുർവേദ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന അസഹ്യമായിട്ടുള്ള പീരീഡ്സിന്റെ സമയത്തുള്ള അസഹ്യമായിട്ടുള്ള വേദനയും എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് അതൊക്കെ ഒരു പരിധിയിലധികം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നെ വേറൊരു കണ്ടീഷനാണ് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന്റെ മസിൽസിനുള്ളിലേക്ക് വളരുന്നതിനെയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അതിന്റെയും ഏർലി സ്റ്റേജസിൽ നമുക്ക് നമ്മുടെ മെഡിസിൻസും ആയുർവേദ മെഡിസിൻസും അതേപോലെ ആയുർവേദ ട്രീറ്റ്മെന്റ്സും കൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. ഇനി ഈ എൻഡോമെട്രിയോസിസിൽ, പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസിൽ നമ്മൾ ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ആ പേഷ്യന്റിന്റെ നീഡ് എന്താണെന്ന് അനുസരിച്ചിട്ടാണ്. ചിലത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ പരമാവധി അത് നമ്മളെ മെഡിസിൻസും എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും വെച്ചും തന്നെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. കാരണം ഇനി അതൊരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാൻ, കൺസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മളെ നേരത്തെ തന്നെ സർജറി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഓവേറിയൻ സിസ്റ്റ് ഉണ്ട്, അത് ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ സർജറി വഴി അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർജറി ചെയ്യുമ്പം അതിന്റെ കൂടെ, ഈ സിസ്റ്റിന്റെ കൂടെ ചുറ്റുമുള്ള ഹെൽത്തി ടിഷ്യൂസും കൂടെ ചിലപ്പോൾ എടുത്തു പോകും. അപ്പോ ആ സെൽസ് നമുക്ക് വേണം അവിടെ. അപ്പൊ ഓവം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ ഒരു സെൽസ് അവിടെ അത്യാവശ്യമാണ്. അപ്പൊ ഓവത്തിന്റെ റിസർവ് കുറയും, അതേപോലെ AMH വാല്യൂ ഒക്കെ കുറയും. അപ്പൊ ഭാവിയിലേക്ക് അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് ഈ ചെറിയ പെൺകുട്ടികളാണ് ഇതിന് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിസിനൽ മാനേജ്മെന്റ്, മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാനാണ് പരമാവധി ശ്രദ്ധിക്കുക. ഇനി നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറെ വർഷങ്ങളായി നമ്മൾ ട്രൈ ചെയ്യുന്നു, കൺസീവ് ആവുന്നില്ല, അത് എൻഡോമെട്രിയോസിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പൊ ഈ സ്റ്റേജ് 3 and 4ലേക്കൊക്കെയാണ് പോകുന്നത്, ഒവേറിയൻ സിസ്റ്റുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിസിന്റെ കൂടെ തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാനാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. അപ്പോ ഈ രണ്ടും കൂടെ ചേരുമ്പോൾ, ഇപ്പൊ മെഡിസിൻ കൊടുത്തു, അതില് ഒരു കാര്യമായിട്ടുള്ള റിസൾട്ട് നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലാപ്രോസ്കോപ്പിക് സർജറിക്ക് നമ്മൾ റെഫർ ചെയ്യണം. അതാണ് അതിന്റെ ചികിത്സാ രീതി. അപ്പോ ഇത്രയും പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് എത്ര പെട്ടെന്ന് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പമാണ് അതിന്റെ ചികിത്സ. അത് ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്തോറും ഇതിന്റെ ചികിത്സയുടെ ഇതും നമുക്ക് സമയം നഷ്ടപ്പെടുകയാണ്. അപ്പൊ അത് വീണ്ടും ഒരു കോംപ്ലിക്കേഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.